സത്യം പറ, ആരെങ്കിലും എടുത്തെങ്കിൽ പറ. ഇതാണോ? ഇത് തന്നെ. ഞാൻ പിന്നെ അവിടെ നിട്ടി. ആര് കീറിയതിങ്ങനെ? തലേ കിടന്നപ്പോ ഞാൻ എടുത്ത് കീറി കളിച്ച്. കീറി കളിക്കാൻ പറ്റിയ സാധനമാണ് ഇത്. ഇത് റോക്കറ്റ് വിക്ഷേപത്തിന് വേണ്ടി റെഡിയാക്കിയ പേപ്പർ ഒന്നും അല്ലല്ലോ. 4 മണിക്ക് ഒരെണ്ണം തന്നോണ്ടല്ലോ. അവിടെ സിദ്ധിച്ചാണ്ട് അവിടെ മണ്ടക്ക് തല്ലോ നീ എന്തുവാടി നോക്കിക്കൊണ്ടിരിക്കുന്നേ? പോയി മുണ്ടെടുത്തു പോടി പോ. ചുട്ടിക്കൊണ്ട് കൊണ്ട് തന്നേക്കുന്നേ. ചുട്ടിക്കൊണ്ട് കൊണ്ട് തന്നെ അഞ്ചാരി കൊണ്ട് തന്നെ. ഇതെങ്ങനെ വിട്ടാ പറ്റുമോ? പറ്റൂല. ഒതുക്കണം. നല്ല പണി കൊടുക്കാം. A few moments later. ദുൽഖർ സൽമാൻ തോറ്റു എന്ന് പറഞ്ഞായിരുന്നു. പെരുമാളാ, നീ എന്താ ഇവിടെ? അതോളാ നീയല്ലേ പറഞ്ഞ വെക്കേഷന് വരാൻ. വെച്ചിട്ട് കാശ് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യണം. ആന്റി പെട്ടെന്നൊരു 150 രൂപ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യണം. അപ്പൊ നിന്റെ കാശില്ലേ? ഇല്ല. കാശില്ലെന്നാ വീട്ടിൽ നിന്ന് പോന്നേ? നിന്റെ ഫ്രണ്ട് അത്ര ശരിയല്ലട്ടാ. അവളെടുത്തേ അവന് കുറച്ച് സ്നേഹം കൂടുതലുണ്ട്, അതാ എനിക്ക് ഡൗട്ട്. അളിയാന്ന് വിളിച്ചാൽ അവനെ ഞാൻ കൊല്ലും. A few moments later. പെരുമാൾ ചേട്ടൻ പോണ്. ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടാ. പെരുമാൾ ചേട്ടന് ഓട്ടോ കാശിട്ട് 200 രൂപ കൊടുക്കണേ. വന്നപ്പോ 150, പോകുമ്പോ 200. മക്കളെ വല്ലപ്പോഴേക്കൊക്കെ വരണം കേട്ടാ. നിങ്ങളെ ഒരു മിനിറ്റ് ഒരു കാര്യം പറയാം. എന്ന് പറയാ. ഞാൻ 6-ല്, ശിവാനി 3-ല്. ഞങ്ങള് തമ്മിൽ 3 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പൊ ഞങ്ങള് വലുതാവുമ്പോ ഞാൻ എന്റെ അമ്മേനെ അച്ഛനും ഉണ്ടായിരുമ്പോ ശിവാനിനെ എനിക്ക് കെട്ടിച്ചു തരും. ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി ടങ്ങളെ. ഓൺ ടങ്ങളെ. ശിവാനി ബൈ ബൈ. പിന്നെ എങ്ങനെ മുടി കിട്ടണം? അച്ഛൻ വെട്ടാ. അച്ഛൻ അറിയോ? അച്ഛൻ വെട്ടിയാലേ 500 രൂപ പോക്കറ്റ് ഇരിക്കും. ഓക്കെ, പക്ഷെ അച്ഛൻ വെട്ടി കുളമാക്കൂ. എടാ ഞാൻ സ്റ്റൈലായിട്ട് വെട്ടാന്ന്. ക്യാഷ് പറഞ്ഞ് മുടി വെട്ടാ. എന്തോന്നാ ഇത്? അമ്മ വലിയ മുറിവൊന്നുമില്ലമ്മേ. ഞാൻ ശിവോട് ഓടിക്കളിച്ചത്. അപ്പൊ അവിടെ കരിങ്കല്ല് തട്ടി ചെവി മുറിഞ്ഞു. ബാലു, ഞാനേ ഇവന്റെ അമ്മയാണ്. ഇവന്റെ ഒരു മുടി പോയാൽ എനിക്ക് മനസ്സിലാവും. ഇടാ സത്യം പറയടാ ബാലു. പറ്റിപ്പോയി. പണിയുടെ ഇറക്കാം. ഇത്ര യുവമാരെ പോലെ ആയിപ്പോടാ. നാട്ടിനും വേണ്ട വീട്ടിനും വേണ്ട കൊള്ളാത്തവന്മാരായിപ്പോവും. ആ ചെറുക്ക് എപ്പോഴെപ്പോഴും കയറി വരണതിനാണ് ഇവിടെ. ഏതെടുക്കൻ? ആ ചെറി വരിക, തോന്നിവാസം കാണിക്കുക, ഭയങ്കര സ്വാതന്ത്ര്യം കാണിക്കുക, ബെഡിൽ കയറുക, കിടന്ന് ഉരുളുക. എനിക്കത് ഇഷ്ടമല്ല. ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വന്നാ. വെള്ളോ? വേണ്ട ജോലി എടുക്കട്ടെ. ഇല്ലടാ ഞാൻ പോവാണ്. ഇല്ലടാ അങ്കിളൊന്നും പറഞ്ഞില്ല. ഇനിയിപ്പോ അങ്കിൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെന്തെങ്കിലും ഒരു കാര്യമുണ്ട്. ഇപ്പൊ എന്റെ വീട്ടിലെന്നല്ല വേറെ ഏത് വീട്ടിലായാലും ഒരാളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്വാതന്ത്ര്യം ആരും കൊടുക്കില്ല. അങ്ങളെ ഞാൻ ഒരു പാവപ്പെട്ടവനാണ്. കോളനിയിലാണ് താമസിക്കുന്നത്. എന്താ പറയാ, നിങ്ങളുടെ രണ്ടാളെയും ഞാൻ കണ്ടിട്ടുള്ളത് അച്ഛനമ്മയുടെയും പോലെയാണ്. സ്വന്തം അച്ഛനമ്മയുടെ പോലെ കണ്ടിട്ടുള്ളത്. അച്ഛൻ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി തരും. കഴിക്കാൻ പറ്റുമല്ലോ? ഒരു 2 മണിക്കൂർ സമയം തരും. 3 മണിക്കൂർ എടുത്തോ? ശരി, ഇപ്പൊ റെഡിയായി. വിളമ്പ ആരും എടുത്തോളല്ലേ? അമ്മ ഇത് പഴങ്ങനെയാ. എല്ലാം കൂടെ ചേർത്തൊരു അടി അടിച്ചണ്ടല്ല. എനിക്ക് നല്ല വിശപ്പുണ്ട് മോനെ, ഞാൻ കഴിക്കുക. അങ്ങനാണെങ്കിലേ ഞാനും അങ്ങനെ കഴിക്കണ്ടല്ലോ. പിന്നെ ഞാൻ ആർക്കും വേണ്ടിട്ട് നോക്കിയിരിക്കണേ. എങ്ങനെയുണ്ട്? സൂപ്പർ ഫുഡ് അച്ഛാ. സൂപ്പർ ഫുഡ് അല്ലേ? ഇതുപോലെ ആക്രമണം കളിക്കട്ടെ, ആവശ്യത്തിനുള്ളത് കളിക്കും. ഐഷ ഫസ്താന മുടിയൻ ചേട്ടന്റെ ഫോണിൽ മെസ്സേജ് അയച്ചില്ലേ? ഐഷ മുടിനെ വിളിക്ക്. എടാ വിഷ്ണുവേ. മുടു വിഷ്ണു. മുടു ഐഷ വന്നേക്കണ്. ചേട്ടാ ഐഷ ഇപ്പൊ വന്ന് കേറിയോളമ്മ. ഐഷ നല്ല ഹൈറ്റ് അല്ലേ? നല്ല ഹൈറ്റാ. അല്ല എന്തോ മെസ്സേജ് എന്താ ഐഷ ഇങ്ങനെ വന്നത്? മെസ്സേജ് ചെയ്യാതെ അല്ല അത് നോക്കണ്ട. ഞാൻ വീട്ടിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സേ ഉള്ളൂ. സിംപ്ലിസിറ്റി. നോക്കട്ടെ മോളെ, മാസ്ക് ഒന്ന് മാറ്റി. ഫോട്ടോയിൽ കണ്ടാലോ? ഹായ് മുടിയൻ ചേട്ടാ. അങ്ങോട്ടോ ഒരു കാര്യം കാണിച്ചു തരാം. പാടേ ഇവിടെ നിന്നാ ഫ്ലൈറ്റ് പറഞ്ഞ കാണാം. ഇവിടെ എന്നാ പിന്നെ ഫ്ലൈറ്റ് അല്ല, പിന്നെ ഓട്ടോറിച്ച് വരുന്ന കാണാൻ പറ്റൂ.
നിന്റെ കൂട്ടുകാരികൾ വന്നു. എത്തിയാ? അല്ല അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ കുറച്ച് ലേറ്റ് ആയിട്ട് വരുള്ളൂ. അത് നിന്നെ ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു. നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഹായ് ജോരെ, ഞാൻ കേശു. താറാവ് കേശു അല്ലേ? താറാവാ? ചേച്ചിയെ നോക്കണ്ട, ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാവരുടെ വട്ടപ്പേരും അറിയാം. താറാവ് കേശു, ചുള്ളിക്കമ്പ് ശിവാനി, മുടിയൻ ചേട്ടൻ, അങ്ങനെ എല്ലാവരും അറിയാം. എല്ലാവരുടെ പേരും കറക്റ്റാ പറഞ്ഞു കൊടുത്തല്ലേ? ആ എല്ലാവരും എത്തിയാ? അച്ഛാ, ഞങ്ങളുടെ എല്ലാവരുടെയും വട്ടപ്പേരിൽ ലച്ചേച്ചി ചേച്ചിമാർക്കെല്ലാം പറഞ്ഞു കൊടുത്തു. പറഞ്ഞു കൊടുത്താ? നിന്റെ വട്ട പേര് പറഞ്ഞു കൊടുത്താ? ലച്ചുവിന് വട്ടപ്പേരുണ്ടോ? പിന്നെ പറഞ്ഞൂടെ? അത് ഞാൻ അറിയാതെ പറയുന്നതല്ലേ. എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ പറയും. ചേച്ചിമാരെ നിങ്ങൾ എല്ലാവരും കേട്ടോ, വെള്ളിമുങ്ങ എന്നാണ് ഈ മഹാകവിയുടെ തൂലികാണ്. വെള്ളിമുങ്ങയോ? ആ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്തായാലും താങ്ക്സ് കേശു. കോളേജിൽ എല്ലാവർക്കും വട്ടപ്പേരുടെ അവള് പിടിക്കായിരുന്നു. അവളുടെ പേര് ഇപ്പോഴാണ് ഞങ്ങൾ അറിയണേ.